തിരുവനന്തപുരത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ക്രൂരമായി ആക്രമിച്ച കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന കൂടുതൽ CPM ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ജാമ്യം. CPM നേതാവ് IP ബിനു അടക്കം 6 പേർക്ക് കൂടിയാണ് കേരള ഹൈക്കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ 68 ദിവസങ്ങളിലായി ഇവർ ജയിലിലാണ് എന്ന വസ്തുതയും കേസന്വേഷണം അവസാന ഘട്ടത്തിലെത്തിയെന്നതും കണക്കിലെടുത്താണ് കോടതി നടപടി. IP ബിനുവിന് പുറമെ രേവന്ത്, ഉണ്ണികൃഷ്ണൻ, ദിനകർ, ദിലീപ് നായർ, ഉണ്ണി DS എന്നിവർക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ ദിവസം ഷഹീൻ, നിതിൻ രാജ് എന്നിവർക്കും കോടതി ജാമ്യം നൽകിയിരുന്നു. സർക്കാരിന്റെയും EDയുടെയും കടുത്ത എതിർപ്പ് തള്ളിയാണ് ഹൈക്കോടതി പ്രതികൾക്ക് ജാമ്യം നൽകിയത്. ഇതോടെ കേസിൽ ജാമ്യം ലഭിച്ച പ്രതികളുടെ എണ്ണം 21ആയി ഉയർന്നു. മെയ് 27-ന് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ ED സംഘം നടത്തിയ 8 മണിക്കൂർ നീണ്ട മിന്നൽ പരിശോധനയ്ക്ക് പിന്നാലെയായിരുന്നു ആക്രമണം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും CMRLും തമ്മിലുള്ള മാസപ്പടി ഇടപാടുകളിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു പരിശോധന കഴിഞ്ഞ് ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് മടങ്ങിയ വാഹനങ്ങൾ വളഞ്ഞ CPM DYFI SFI പ്രവർത്തകർ കല്ലുകൾ, ഇഷ്ടികകൾ, മരക്കഷ്ണങ്ങൾ എന്നിവ ഉപയോഗിച്ച് വാഹനങ്ങൾ തല്ലി തകർക്കുകയായിരുന്നു. മെയ് 27-ന് കേസിലാകെ 25 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സെഷൻസ് കോടതി 2 തവണ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം സംഭവ സമയത്ത് വസതിക്ക് മുന്നിലും പരിസരത്തും ഉണ്ടായിരുന്ന മുഴുവൻ ഉയർന്ന CPM നേതാക്കളെയും ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇതിനായി നേതാക്കൾക്ക് പോലീസിന്റെ നോട്ടീസ് അയച്ചു തുടങ്ങി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജോൺ ബ്രിട്ടാസ് MP, V ജോയ്, ബിനീഷ് കോടിയേരി അടക്കമുള്ള നേതാക്കളെയാണ് ചോദ്യം ചെയ്യുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അന്വേഷണം ബിനീഷ് കോടിയേരിയിലേക്കും നീളുകയാണ്. ആക്രമണം നടന്ന ദിവസം സംഭവസ്ഥലത്തുണ്ടായിരുന്ന ബിനീഷ് കോടിയേരിയുടെ ഫോൺ വിളി വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രതികളായ 25 പേരുമായി ബിനീഷ് അന്നേ ദിവസം ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത്. പിണറായി വിജയന്റെ വീട്ടിൽ ED പരിശോധന നടന്ന ദിവസം ബിനീഷ് കോടിയേരി നേരിട്ടെത്തി പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ ഇയാൾ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിലും ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. ആക്രമണത്തിൽ പ്രതികളുടെ പങ്കും തെളിവുകളും ഇതിനോടകം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കേസിൽ ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സംഭവസ്ഥലത്തുണ്ടായിരുന്ന മുഴുവൻ ഉന്നത നേതാക്കളുടെയും മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് നീക്കം.